സ്ഥലം വരെ പോവാനാട്ടോ. കിഡ്സ് പ്ലേ സോണിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. സോക്സ് ഒക്കെ ഇട്ട് തന്നമ്മ, ഷൂ ഒക്കെ ഇട്ട് തന്നു. എല്ലാം ഞങ്ങൾ റെഡി. ഞാൻ ആദ്യമായിട്ടാട്ടോ അവിടെ പോകുന്നത്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. ഞാൻ സുന്ദരിയായ കൂട്ടുകാരെ. ഞാനും എന്റെ അമ്മയും കൂടെ കേട്ടോ പോകുന്നത്. നല്ല രസമാട്ടോ. ഞാനും അമ്മയും കൂടി ഇങ്ങനെ പോവാ. നല്ല ഭംഗിയുള്ള സ്ഥലമാട്ടോ. ഞാനിങ്ങനെ നോക്കും ഇപ്പൊ എത്തുവോന്ന്. അതാ കൂട്ടുകാരെ, ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തി കൂട്ടുകാരെ. ഞങ്ങളിങ്ങനെ വണ്ടി വെക്കാൻ വേണ്ടി ഇങ്ങനെ പോവാട്ടോ. സ്ഥലം ഇങ്ങനെ നോക്കി ഇങ്ങനെ പോകുമ്പോ ഞങ്ങൾക്ക് അവിടെ വെക്കാൻ സ്ഥലം കിട്ടി കേട്ടോ. ഞങ്ങളവിടെ വണ്ടിയൊക്കെ വെച്ച് ലിഫ്റ്റ് കേറി പൊക്കോണ്ടിരിക്കുവാണ്. ഇതാ ഞാനിങ്ങനെ അമ്മയെ ഇങ്ങനെ നോക്കി അമ്മയുടെ കൈ പിടിച്ച് ഞങ്ങളവിടെ എത്തി. എന്തോരം കളിപ്പാട്ടമാ കൂട്ടുകാരി. അവിടെ കാറുണ്ട്, സ്കൂട്ടറുണ്ട്, ഹോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്നെ പോലെ തന്നെയുള്ള കൊച്ചു കൂട്ടുകാർ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞാനിങ്ങനെ നോക്കും ആദ്യം ഏതിൽ കയറണമെന്ന്. എനിക്ക് ഒത്തിരി സന്തോഷമായി കൂട്ടുകാരി. എന്തോരം കളിപ്പാട്ടം അവിടെ ഉള്ളേന്ന് അറിയാമോ. ഞാൻ അങ്ങനെ ആദ്യം ജമ്പ് ചെയ്യുന്ന സംഭവത്തിൽ കയറി കേട്ടോ. നല്ല രസം. നിങ്ങളെല്ലാരും കേറിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ ജമ്പ് ചെയ്ത് കളിച്ച് ഞാൻ ഇടയ്ക്ക് വീഴുന്നൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ പിന്നെയും ജമ്പ് ചെയ്യും കേട്ടോ. നല്ല ഭംഗിയാട്ടോ ഇങ്ങനെ ജമ്പ് ചെയ്യാന്. അത് കഴിഞ്ഞ് ഞാൻ കുറേ നേരം ജമ്പ് ചെയ്ത് ഞാനൊരു ബോള് കണ്ടു കേട്ടോ. ബോള് ഞാനിങ്ങനെ ആദ്യം ഇട്ടപ്പോ കറക്റ്റ് ആയിട്ട് വീണു. പിന്നെ ഞാൻ ബോൾ അങ്ങോട്ട് പോയപ്പം അമ്മ എടുക്കാൻ വന്നു. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാതെ ഞാനത് എടുത്ത് ഞാനത് പിന്നെ ഇടാൻ പോകും കേട്ടോ. പിന്നെ കൂട്ടുകാരെ, എനിക്ക് ഭയങ്കര സന്തോഷം. ജമ്പിങ് ബോള് എന്നാ അതിലൊന്ന് കേറാന്ന് പറഞ്ഞു. ഞാൻ അതിലൊന്ന് കേറി ഇങ്ങനെ കേറാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ വേറൊരു സംഭവം കണ്ടത്. അവിടെ കിടക്കട്ടെ പിന്നെ ഇടാന്നും കേറാന്നും പറഞ്ഞിട്ട് ഞാനകത്തോട്ട് കേറിപ്പോയി കേട്ടോ. അപ്പൊ ഞാൻ ഊഞ്ഞാല് കൂട്ടുകാര്. ഊഞ്ഞാല് എനിക്ക് എന്റെ ഹൈറ്റിന് ഇച്ചിരി പാടാ കേറാൻ. ഞാൻ കൊറേ നോക്കി കേട്ടോ. എനിക്കത് പറ്റുന്നില്ലേ. എന്നാ പിന്നെ കേറാം. ഞാൻ ചൂടായിക്കഴിഞ്ഞ് ഞാൻ തന്നെ കയറാം. അപ്പൊ ഞാൻ നോക്കിയപ്പോ കിച്ചൺ സെറ്റിന്റെ സംഭവം കണ്ട്. ഞാൻ അങ്ങോട്ട് പോയി എല്ലാം ഇങ്ങനെ വർക്കിംഗ് ആണോ എന്നൊക്കെ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കി. ഞാനിങ്ങനെ ഓവന്റെ ഇതൊക്കെ ടൈമൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കി. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഓവന്റെ ഉള്ള ഇതിൽ കാണുന്നത്. ഞാൻ പാത്രമൊക്കെ എടുത്ത് അടപ്പൊക്കെ ഉള്ള ആ പാത്രം ഞാൻ എല്ലാം നോക്കി. അതൊന്ന് കഴുകാന്ന് പറഞ്ഞ് ഞാനതെല്ലാം കഴുകി ക്ലീൻ ആക്കി. ഞാൻ എടുത്തെടുത്ത് തന്നെ വെച്ചു. ഞാൻ വൈപ്പിന്നെല്ലാം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ പാത്രമൊക്കെ കഴുകി എല്ലാം വെച്ച് ഓവൻ്റെ അവിടെ ഞാൻ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാവാൻ. അതൊക്കെ ഞാൻ എടുത്ത് എല്ലാം എടുത്തെടുത്ത് വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ച് കേട്ടോ. എല്ലാം നല്ല രസമാട്ടോ കളിക്കാൻ. നിങ്ങളിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണേ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പാത്രമൊക്കെ അടച്ചു വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കി പാടത്ത് ഇങ്ങനെ ബോള് കണ്ടു കേട്ടോ. അതിൽ കയറാൻ നോക്കി പറ്റിയില്ല. അന്നാ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത സംഭവത്തിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ തപ്പി ഞാൻ ആരൊക്കെ അമ്മയെ കണ്ടില്ല കേട്ടോ. അമ്മയെ നോക്കാൻ വേണ്ടി വന്നപ്പോൾ അമ്മ പറഞ്ഞപ്പോൾ അമ്മ ഇതിലൊന്ന് കയറാന്ന് പറഞ്ഞിട്ട് തല കുനിഞ്ഞ് ഞാൻ പെയ്യെ കയറി തലയിടിച്ച് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഞാൻ അതിൽ നിന്ന് ഇറങ്ങി ഞാൻ അടുത്ത സംഭവത്തിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ ഓടി പോയപ്പം നോക്കിയപ്പം ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന സംഭവം. എന്നാ ഒന്ന് സ്ലൈഡ് ചെയ്തേക്കാന്ന് പറഞ്ഞ് ഞാൻ നല്ല സ്മൂത്തായിട്ട് ഇറങ്ങി വന്നു. പിന്നെ എന്തേ ഊഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു കേട്ടോ കയറാൻ. പക്ഷെ പറ്റിയില്ല. അടുത്ത സൂപ്പർ അല്ലേ. ഞാൻ അടിപൊളിയായിട്ട് കയറി. അതിന് മുതലക്കൊട്ടന്റെ പുറത്ത് കയറി നാടാന്ന് വെച്ചു. ഞാനിങ്ങനെ ഡിങ് 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 എന്ന് പറഞ്ഞാടി. അത് നല്ല രസം കേട്ടോ. ഞാനിങ്ങനെ ആടിക്കൊണ്ടിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞ് ഞാൻ കുറേ ബോളിന്റെ അങ്ങോട്ട് പോയിട്ട് ഞാൻ അവിടെ ജമ്പ് ചെയ്ത് കളിക്കുക കേട്ടോ. നല്ല രസമാണ്. ഞാൻ അങ്ങനെ ചാടുന്നു ഇരിക്കുന്നു. എന്തോരം ഭംഗിയാ കൂട്ടുകാരെ. ഞാൻ പിന്നെ ഒന്നുകൂടെ ചാടി. ബോളൊക്കെ ഇങ്ങനെ തെന്നി പോവായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ അടുത്തത് തപ്പി ഞാനിങ്ങനെ പോവുക കേട്ടോ. ഞാനിങ്ങനെ ഓടി നടക്കുക. അതുവഴിയെല്ലാം ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ഊഞ്ഞാൽ ഞാനൊന്ന് തൊട്ടതേ ഉള്ളൂ. ഞാൻ പിന്നെ കയറാൻ ശ്രമിച്ചില്ല കേട്ടോ. ഞാൻ പിന്നെ തപ്പി നോക്കിയപ്പോൾ ഈ ഒരു സംഭവം കണ്ടു കേട്ടോ. അതിലൊന്ന് കയറാനോർത്ത് എനിക്ക് പേടിയുണ്ട്. പക്ഷെ എന്റെ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് സുഖമായിട്ട് കയറാൻ പറ്റി കേട്ടോ. ഞാനത് വീഴുന്നു. പക്ഷെ എനിക്ക് പേടിയുണ്ട്. എന്റെ മുഖത്ത് നോക്കുമ്പോ അറിയാം നിങ്ങൾക്ക് പേടിയുണ്ടെന്ന്. എന്നാലും ഞാൻ ധൈര്യമൊക്കെ സംഭരിച്ച് ഞാനിങ്ങനെ ആടുക കേട്ടോ. ഞാനങ്ങനെ ആടിക്കൊണ്ടിരുന്നപ്പോ അറിയേക്കാം ഇനി കൂടുതൽ അടിയിൽ താഴെ വീഴുവോ എന്നുള്ള പേടിയാണ് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ അടുത്ത സംഭവത്തിലേക്ക് പോവുക കേട്ടോ.
ഞാനിങ്ങനെ നോക്കിയപ്പോ എന്നാ പിന്നെ ഒന്ന് ജമ്പ് ചെയ്യാന്ന് കരുതിയിട്ട് ഞാൻ പിന്നെയും ജമ്പ് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ഞാനിങ്ങനെ ജമ്പ് ചെയ്യാൻ കൂട്ടുകാരെല്ലാം വരുന്നത് ഞാൻ നോക്കി. അത് കഴിഞ്ഞ് അവിടെ എല്ലാം നോക്കി വെച്ച് ഞാനിങ്ങനെ നോക്കി എന്നാ പിന്നെ കേറാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും ഞാൻ ബോളെടുത്തിട്ട് ഞാനിട്ടാ പറ്റിയില്ല കൂട്ടുകാരെ. താഴെ പോയി ഞാൻ ഒന്നുകൂടെ ശ്രമിച്ചു കേട്ടോ. ഞാൻ ഒന്നുകൂടെ ഇട്ടാ നോക്കുന്നുണ്ട്, പക്ഷെ പിന്നെയും പറ്റിയില്ല കൂട്ടുകാരെ. എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ശ്രമിച്ചാലേ വിജയിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെയും ശ്രമിച്ചു കേട്ടോ. ഞാൻ ശ്രമിച്ച് ഞാൻ ഇടാൻ മുന്നേ ഇട്ടു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് സ്കൂട്ടർ അവിടെ ഇരിക്കുന്നു കേട്ടോ. അന്ന് ഓടിച്ചേക്കാം. അപ്പൊ എന്നെ പോലെ തന്നെ വേറൊരു ചേട്ടനും വന്നു സ്കൂട്ടർ ഓടിക്കാൻ വേണ്ടി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഓടിച്ച് പോവാണ്. അപ്പൊ ഞാനിങ്ങനെ സ്കൂട്ടർ കണ്ട മുട്ടി. അപ്പൊ ഞാൻ എന്നാ സൈഡ് കൊടുത്തിട്ട് ഞാൻ എന്നാ വേറെ റൂട്ടിൽ കൂടെ പോവാന്ന് കരുതിയിട്ട് റൂട്ട് മാറ്റി വിട്ടു. ഞാനിങ്ങനെ റൂട്ട് മാറ്റി ഇങ്ങനെ പൊക്കൊണ്ട് കിടക്കുന്നതായിട്ട് ഇങ്ങനെ നോക്കുക കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ. ഇങ്ങനെ നിരക്കി പോണം. അങ്ങനെ പൊക്കോണ്ടിരിക്കാൻ നേരത്താണ് അന്ന് ആ സ്കൂട്ടർ ഇട്ടേച്ച് അടുത്തൊരു സംഭവം ഞാൻ കണ്ടു കേട്ടോ. വന്നാൽ അവിടെ ഇട്ടേച്ച് ഞാൻ ഓടിപ്പോയത് എങ്ങോട്ടാണെന്നറിയാമോ? ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ബ്ലോക്സ് കുറെ നേരം എടുത്ത് കളിച്ച് ഇങ്ങനെയൊക്കെ വെച്ച് കളിച്ച് ഇതെനിക്കറിയാം, അതെന്റെ വീട്ടിലുള്ളതാണ്. ഞാൻ കുറെ കളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ എടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഒത്തിരി കളിപ്പാട്ടം ഉള്ളതുകൊണ്ട് നമുക്ക് ഏതിൽ കയറണമെന്നുള്ള ഡൗട്ടില്ല. അങ്ങനെ കുറെ നേരം അതൊക്കെ കളിച്ചോണ്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എൻ്റെ അമ്മ എന്നെ കളിക്കാൻ വന്നു. അത് നോക്കിയപ്പോൾ വേറൊരു സംഭവം കണ്ടു കേട്ടോ. ഇത് സ്ലൈഡറാണ്. ഇത് നിങ്ങൾ എല്ലാവരും കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയാവേ. ഇതിൽ ഞാനിങ്ങനെ കയറി സ്റ്റെപ്പൊക്കെ കയറി മണ്ടയ്ക്ക് വന്നിട്ട് ഞാൻ ആദ്യം വന്ന് ഞാൻ ഇങ്ങനെ ഇറങ്ങട്ടേന്ന് ചോദിച്ചു. പക്ഷെങ്കിൽ എൻ്റെ അമ്മ പറഞ്ഞു എങ്ങനെ ഇറങ്ങിയാലും നീ വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് അന്നാ ശരി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ഇരുന്നിട്ട് ഞാൻ ദേവിയാരോട്ട് കൊള്ളാം കേട്ടോ. അപ്പൊ അത് മാറ്റിട്ട് ഞാൻ വേറെ സ്ഥലത്തോട്ട് പോകട്ടെ. അപ്പോഴാണ് ടൂൾസ്. ഇത് ഈ ടൂൾ കിറ്റ് ഈ സംഭവം കൊള്ളാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറേ ഷേപ്പ് ഉണ്ട് കേട്ടോ. റൗണ്ട് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, അത് കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അതൊക്കെ ഇങ്ങനെ പിടിച്ച് നോക്കുവാണ്. അത് കഴിഞ്ഞ് കുറെ ടൂളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന കണ്ടോ നിങ്ങള്? അതെല്ലാം ഞാനിങ്ങനെ തൊട്ടൊക്കെ നോക്കി. ഞാനിങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ അടിയിൽ വേറെ വല്ല ടൂൾസ് വല്ല ബോക്സിനകത്തുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുവാണ്. ഞാൻ എല്ലാം ഇങ്ങനെ നോക്കുക, ഞാൻ എല്ലാം പിടിച്ചു നോക്കുക. അപ്പൊ അതിനകത്തൊന്നും ഒന്നുമില്ല, എല്ലാം കാലിയാ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സ്ക്വയറിന്റെ സംഭവത്തെ ഇങ്ങനെ സ്ക്വയറിന്റെ തടി കഷ്ണമൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നോക്കി. ഇത് കുറേ ടൂൾസ് കണ്ട് ഞാൻ എല്ലാം തൊട്ട് നോക്കി. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കൂട്ടുകാരെ കാണുന്നത്. എല്ലാം എനിക്ക് ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര എനർജിയോടെ ഞാൻ എല്ലാം ഇത് കട്ട് ചെയ്യും കേട്ടോ. ഞാൻ ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. എനിക്ക് ഭയങ്കര ഹാപ്പി. കാര്യം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞ് അടുത്ത കളിയിലേക്ക് പോകാന്ന് പറഞ്ഞ് സ്റ്റെപ്പൊക്കെ കയറി പൊയ്ക്കൊണ്ടിരിക്കുവാണ്. 1 2 3 4 5 അങ്ങനെ പറഞ്ഞ് ഞാൻ കേറിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. അത് കഴിഞ്ഞ് കയറി ഞങ്ങൾക്ക് തിരിഞ്ഞേ നോക്കി. എൻ്റെ അമ്മ കൂടെ തന്നെ ഉണ്ടോ ഞാനിങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എങ്ങോട്ട് പോകണമെന്ന് അന്നാ കയറി അന്നാ ഞാൻ കരുതി. പിന്നെ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇറങ്ങട്ടേന്ന്. അപ്പോഴും എൻ്റെ അമ്മ പറഞ്ഞു വേണ്ട വീഴുമെന്ന് പറഞ്ഞു. എന്നാ ശരിക്കിരിക്കാന്ന് പറഞ്ഞിട്ട് നീ ശരിയായിട്ട് ഇപ്പൊ 1 2 3 നിങ്ങൾ കണ്ടോ ഇത്? അത് കഴിഞ്ഞ് അടുത്തയിലോട്ട് പോകാന്ന് കരുതി ഇങ്ങനെ നോക്ക്. കൺഫ്യൂഷൻ ആട്ടോ. എനിക്ക് ഏതിൽ പോണോന്ന് ഇങ്ങനെ ഓടി നടന്ന് അമ്മ അങ്ങോട്ട് പോയി. അമ്മ കുറച്ച് നേരം കിച്ചൺ സെറ്റിൽ കളിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിച്ചൺ സെറ്റിൽ കളിക്കാനും. ഞാനിങ്ങനെ അതൊക്കെ തുറന്നു നോക്കി എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളത്, ഏതൊക്കെ പാത്രങ്ങളാണ് ഉള്ളത് ഞാനിങ്ങനെ എല്ലാം തുറന്നു നോക്കി. അപ്പൊ അമ്മയോട് ചോദിച്ചു അമ്മയ്ക്ക് ചായ വേണമെന്ന്. അപ്പൊ അമ്മ ചായ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ചൂടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓവനിൽ വെച്ചിട്ട് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് പാത്രമൊക്കെ എണ്ണ കഴുകാന്ന് കരുതിയിട്ട് പാത്രം കഴുകാൻ വേണ്ടി ഇങ്ങനെ എല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതെല്ലാം കഴുകി പാത്രം എല്ലാം കഴുകി നല്ല നീറ്റായിട്ട് വെക്കണ്ടേ. അത് കഴിഞ്ഞ് കുറച്ച് ഫുഡ് കൂടെ ചൂടാക്കാറുണ്ട്. ചായ എടുത്ത് ഇങ്ങനെ ആച്ചിയൊക്കെ വെച്ചിട്ട് അമ്മയോട് പറഞ്ഞു ഇന്ന അമ്മയ്ക്ക് ചായ പറഞ്ഞു. അമ്മേനെ
പിന്നെയും പാത്രം ഉണ്ടാകും. അതെല്ലാം കഴുകി എല്ലാം വെച്ച് നമ്മളെല്ലാം നീറ്റായിട്ട് വെക്കണം കേട്ടോ. കപ്പ് തന്നിട്ട് ഞാനത് പിന്നെ അത് കഴുകി വെച്ച് കേട്ടോ. നിങ്ങൾ അമ്മമാരെ സഹായിക്കണം കേട്ടോ. ഇപ്പൊ സഹായിച്ചില്ലെങ്കിൽ കുറച്ച് വലുതാവുമ്പോ നിങ്ങൾ നിങ്ങളുടെ അമ്മമാരെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എന്നാലേ നല്ല ഗുഡ് മക്കളാവത്തുള്ളൂ. അത് കഴിഞ്ഞ് ഞാനല്ല പാത്രമൊക്കെ അതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് ഇങ്ങനെ നോക്കി. ഇനി അടുത്തതിനകത്തോട്ട് കയറാനുള്ള ഇതിൽ ഞാൻ ഇങ്ങനെ നോക്കുക കേട്ടോ, ഏതിൽ കയറണമെന്ന്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടെ ഇങ്ങനെ കളിച്ചോണ്ട് കുറെ നേരം എനിക്കിഷ്ടമാണ് കളിക്കാനിത്. പിന്നെയും പാത്രമൊക്കെ ഓവനിൽ വെച്ചിട്ട് ഫുഡൊക്കെ വെച്ച് ചൂടാക്കി ഇരുന്നപ്പോൾ ഞാൻ അന്ന് അടുത്തയിലോട്ട് പോകാലോ എന്ന് കരുതിട്ട് ഞാൻ സ്റ്റെപ്പ് കയറി. ഞാൻ എണ്ണുന്നുണ്ട് കേട്ടോ, 1 2 3 4 എന്ന് പറഞ്ഞ് എണ്ണി പോവാ. അത് കഴിഞ്ഞ് ഇങ്ങനെ ഗുഹ പോലെ ഒരു സംഭവമാണ്, അതിൽ കൂടി ഇങ്ങനെ കയറി പോണം. അത് എനിക്കൊന്ന് പേടിയുണ്ടെങ്കിലും എൻ്റെ അമ്മ എന്നെ ധൈര്യമൊക്കെ തന്ന് ഞാൻ കയറാന്ന് പറഞ്ഞ് കയറി. അതിലിങ്ങനെ കറങ്ങി കറങ്ങി ഞാൻ ആദ്യമായിട്ട് കയറിയത് സന്തോഷമുണ്ടേ. ഇപ്പം കുതിരക്കുട്ടനെ കണ്ടു. കുതിരയുടെ മണ്ടയ്ക്ക് കയറിയിരുന്ന ആദ്യം എനിക്ക് ഇച്ചിരി പാടായിരുന്നു കേട്ടോ അതിന്റെ ഗുട്ടൻസ് മനസ്സിലാക്കാൻ. ഇച്ചിരി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അതിങ്ങനെ കാലിങ്ങനെ ചവിട്ടി ചവിട്ടി പോകുന്നതാണ്. അതെനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഞാൻ അതിലിങ്ങനെ ചാടി ചാടി പൊക്കോണ്ടിരിക്കുക കേട്ടോ. അപ്പത്തേനും ഇങ്ങനെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, ബോളൊക്കെ ഇങ്ങനെ വീഴും. അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കുതിരക്കുട്ടന്റെ പുറത്ത് കയറി കുതിരയായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ റൗണ്ട് അടിച്ച് ഞാൻ കുതിരക്കുട്ടനുമായിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുതിരക്കുട്ടനെ എന്റെ കിച്ചൺ സെറ്റ് ഒക്കെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത് വരുന്ന വഴിയാ കേട്ടോ. ഇങ്ങനെ പോവാ ഞങ്ങളിങ്ങനെ. എന്റെ മുഖത്തെ സന്തോഷം നിങ്ങൾ കണ്ടോ കൂട്ടുകാരെ? ഞാൻ ഭയങ്കര ഹാപ്പിയിലാ കേട്ടോ. ഞാനിങ്ങനെ എല്ലാം നോക്കുന്നുണ്ട് അടുത്ത ഏതിൽ കയറണമെന്ന്. അപ്പൊ അവിടെ ബ്ലോക്കായി. എന്നാൽ ഞാൻ എന്നെ സേഫായിട്ട് കൊണ്ടൊരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ അടുത്തതിൽ കയറാൻ പോയി. അതെന്തുകൊണ്ടറിയാമോ? അതൊരു ഗണ്ണാ കേട്ടോ കൂട്ടുകാരെ. അതിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ബോള് വെച്ചിട്ട് അതിലിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേനും അതിങ്ങനെ പോകും. അടുത്തത് വേറെ ഒരു കിച്ചൺ സെറ്റ് ഞാൻ കണ്ടു കേട്ടോ. ഇതിലാണെങ്കിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മറ്റതിനേക്കാളും കൂടുതലുണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ നോക്കും, എല്ലാം ഗ്യാസ് സ്റ്റൗവ്, കുറെ ഷെൽഫ് കാര്യങ്ങള്, ഷെൽഫിൽ ഇങ്ങനെ പാത്രമൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നു, ഫ്രിഡ്ജ്, അങ്ങനെ ഒത്തിരി സംഭവമുണ്ട്. ഞാൻ എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, എല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്തൊക്കെയാ ഉള്ളേതാ, ഗ്യാസ് സ്റ്റൗ ഒക്കെ ഉണ്ട്. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ നോക്കുക എല്ലാം. അത് കഴിഞ്ഞെന്നാ അമ്മയ്ക്കെന്നാ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ കരുതി ഞാൻ പാത്രമൊക്കെ എല്ലാം വെച്ച് സ്റ്റൗവൊക്കെ വെച്ച് പാത്രമെല്ലാം അടുക്കി മണ്ടയ്ക്ക് വെക്കണം. നമ്മൾ ക്ലീനായിട്ട് എല്ലാ കാര്യവും ചെയ്യണം കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാം നീറ്റായിട്ട് വെച്ച് എടുത്ത സംഭവങ്ങളെ പാത്രമൊക്കെ അടുക്കി വെച്ച് അതിൻ്റെ അടിയിൽ ഷെൽഫൊക്കെ തുറന്ന് എനിക്ക് ആവശ്യമുള്ള പാത്രമൊക്കെ എടുത്ത് കപ്പൊക്കെ എടുത്ത് ഞാൻ എടുത്തെടുത്ത് ഞാൻ സ്ഥലത്ത് ഞാൻ കറക്റ്റായിട്ട് വെക്കുന്നുണ്ട്. ഓവൻ അവിടെ ഉണ്ട്. ഞാൻ ഓവൻ അവിടെ വർക്കിംഗ് ആണോ നോക്കി കപ്പൊക്കെ എടുത്തു. ഞാൻ എല്ലാ ഷെൽഫും തുറന്ന് നോക്കി. നമ്മളെല്ലാം നോക്കണ്ടേ. അപ്പൊ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് കുറെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ എടുത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഞാൻ എടുത്ത് എല്ലാ സ്ഥലത്തെല്ലാം വെച്ച് ഞാൻ അന്നാ ഗ്യാസ് ഒക്കെ ഓണാക്കാൻ നോക്കി. ഞാനിങ്ങനെ ഗ്യാസ് ഇങ്ങനെ കുറെ നേരം തിരിക്കുന്നുണ്ട്, പക്ഷെ അതങ്ങോട്ട് വർക്ക് ആവുന്നില്ല എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെയും തിരിച്ചോണ്ടിരിക്കുക, അതങ്ങോട്ട് ശരിയാവുന്നില്ല കൂട്ടുകാരെ. ഒത്തിരി നേരം ട്രൈ ചെയ്തു, ഞാനിങ്ങനെ ചിരിഞ്ഞു ഒത്തിരി ട്രൈ ചെയ്തു, പക്ഷെ അതങ്ങോട്ട് ആവുന്നില്ല. എന്നാ വേറെ കാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ പാത്രം എടുത്തിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെയും പാത്രമൊക്കെ അവിടെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാം ഞാൻ കളിക്കും കേട്ടോ. എല്ലാ പാത്രവും ഞാൻ എടുത്ത് നോക്കി. അത് എനിക്ക് കേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഞാൻ കേക്ക് എടുത്ത് എനിക്കിഷ്ടമല്ല കേക്ക് എടുത്ത് കഴിച്ചിട്ട് ഞാൻ ബാലൻസ് വന്നത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെക്കുക കേട്ടോ. ഞാൻ ഫ്രിഡ്ജൊക്കെ അടച്ച് സേഫായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറെ ടോയ്സ് ഉണ്ട്. പാത്രമൊക്കെ ഞാൻ കണ്ടു. പാത്രമൊക്കെ ഞാൻ എടുത്തുകൊണ്ട് ഇങ്ങനെ പിന്നെ ഞാൻ ഗ്യാസ് ഓണാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അങ്ങോട്ട് ശരിയാവുന്നില്ല, ചൂടാവുന്നില്ല. ഞാൻ ഒത്തിരി തിരിച്ചു നോക്കി, എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കൂട്ടുകാരെ. ഇത് വർക്കിംഗ് അല്ല എന്നാ തോന്നുന്നത്. നാളെ പോട്ടെന്ന് കരുതി ഞാൻ അടുത്ത
ജമ്പ് ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ കുറേ നേരം ജമ്പ് ചെയ്തു. നല്ല രസമാട്ടോ ഇങ്ങനെ ജമ്പ് ചെയ്യാൻ. ഒത്തിരി നേരം ജമ്പ് ചെയ്ത് വീഴുന്നുണ്ട്. എന്നാലും ഞാനൊന്നും കാര്യമാക്കാതെ പിന്നെയും ജമ്പ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാൻ വിചാരിച്ച് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അടുത്തത് എവിടെ പോകണമെന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു ബോൾ കണ്ടത്. അന്ന് ആ ബോൾ എടുത്തോണ്ട് ഗണ്ണിൽ വെക്കാലോ എന്ന് കരുതിയിട്ട് ഗണ്ണിന്റെ അങ്ങോട്ട് ഞാൻ എടുത്തോണ്ട് പോവുക കേട്ടോ. സ്റ്റെപ്പ് കയറുവാണ്. നിങ്ങൾ എണ്ണിക്കോ, 1 2 3 4 5 ഞാൻ എത്തി. ഇങ്ങനെ ഗണ്ണിന്റെ അവിടെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ഞെക്കുമ്പോഴത്തേനും ശബ്ദത്തോടെ അത് പോകും കേട്ടോ. അത് നല്ല രസമാണ് കേട്ടോ. എന്റെ അമ്മ പിന്നെയും എനിക്ക് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അമ്മ പിന്നെയും ബോൾ എടുത്ത് വെച്ചിട്ട് ഞാൻ ചെയ്യും. എന്റെ മുഖത്ത് ഞാൻ ചിരിക്കുന്നതാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത്. അമ്മ പിന്നെയും ബോൾ എടുത്ത് വന്നു. അതിലിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേനും ബോൾ ഇങ്ങനെ പോകും കണ്ടോ. ബോൾ വന്ന കണ്ട കൂട്ടുകാരെ, ഞാനിങ്ങനെ തുള്ളി ഇങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അമ്മ ഒരു പ്രാവശ്യം കൂടെ ചെയ്യാന്ന്